പോലീസ് സേനയിൽ വീണ്ടും അമർഷം. പോലീസുകാർ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിച്ചു. 16-അംഗ കമ്മിറ്റിയിൽ 11 പേരും മിനിസ്റ്റീരിയൽ ജീവനക്കാരാണ്. കൂട്ടത്തോടെ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിച്ചതിനാലാണ് പോലീസ് സേനയിൽ അമർഷം ഉടലെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാത്തവരെ നിയമിച്ചെന്നാണ് വിമർശനം. കൂട്ട സ്വയം വിരമിക്കലിന്റെ പശ്ചാത്തലത്തിലാണ് പഠനം നടത്തുന്നത്. പോലീസ് സേനയിൽ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി DGPക്ക് നിർദ്ദേശം നൽകിയത്. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 2019 മുതൽ ഇങ്ങോട്ട് 142 ഉദ്യോഗസ്ഥർ പോലീസ് സേനയോട് വിട പറഞ്ഞു. ഇതിൽ 2022-23 കാലയളവിൽ മാത്രം 94 പേരാണ് പോലീസിലെ ജോലി മതിയാക്കിയത്. മാത്രമല്ല, ആത്മഹത്യ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും സേനയിൽ വർദ്ധിച്ചിരുന്നു. അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവുമാണ് ഇതിന് പ്രധാന കാരണം. ഇതിനൊപ്പം പോലീസിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചതും ഉദ്യോഗസ്ഥർ ജോലി വിടാൻ കാരണമായി. ഈ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയോഗിച്ച സമിതിക്കെതിരെയാണ് പോലീസിൽ വീണ്ടും അമർഷം ശക്തമായിരിക്കുന്നത്. പോലീസിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച സമിതിയിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ കൂട്ടത്തോടെ ഉൾപ്പെടുത്തിയെന്നാണ് വിമർശനം. ആകെ 16 പേരുള്ള സമിതിയിൽ 11 പേരെയാണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്ന ഇവർക്കെങ്ങനെ പോലീസിന്റെ ജോലിഭാരം മനസ്സിലാകുമെന്ന ചോദ്യം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നു. ഇത്തരം സമിതി നൽകുന്ന റിപ്പോർട്ടുകൾ പ്രഹസനമാകുമെന്നാണ് സേനയിൽ ഉയരുന്ന പൊതുവികാരം. പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. അതേസമയം പുതിയതായി സേനയിൽ SI-മാരായി പ്രവേശിക്കുന്നവർ വരെ പരിശീലന കാലയളവിലും മറ്റും ജോലി മതിയാക്കുന്നതും പോലീസിന്റെ പ്രതിസന്ധി തുറന്നു കാട്ടുന്നു. മറ്റൊരു വകുപ്പിലുമില്ലാത്ത രീതിയിലുള്ള കടുത്ത അച്ചടക്ക നടപടികളും ജോലി വിട്ടുപോകാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നുണ്ട്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.